ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെന്ന് പെട്രോൾ കാർബറേറ്ററാണ്. പൊല്യൂഷൻ ടെസ്റ്റ് നമുക്ക് ഫെയിൽഡായിട്ട് വന്നതാണ്. സൊല്യൂഷൻ ഫെയിൽഡ് 3 വട്ടമായിട്ട് ആയിട്ടുണ്ട്. ഇനി 4ാം തവണ ആവുമെന്നുള്ള പേടി. എൻ്റെ അടുത്തേക്ക് വന്നതാണ്. നമ്മൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതിന് മുമ്പേ നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പണിയെടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ 4 തവണ 3 തവണയായിട്ട് പല വർക്ക്ഷോപ്പിൽ നിന്ന് പല രീതിയിലും പണിയെടുത്തതാണ്. സൈലൻസറിൻ്റെ ഭാഗത്തുനിന്ന് കാറ്റലിക് കൺവേർട്ടറും കാര്യങ്ങളും സൈലൻസറൊക്കെ വെള്ളമടിച്ച് സർവീസ് സെൻറ്റർ കൊടുത്ത് ക്ലീൻ ചെയ്തതെന്ന് പറഞ്ഞ്, ഓയിൽ മാറ്റിയെന്ന് പറഞ്ഞ്, ഫിൽറ്ററുകളൊക്കെ മാറ്റിയെന്ന് പറഞ്ഞ് ഒരാഴ്ച ആയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇതിൽ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഒരു മാറ്റിയമായിരിക്കും തോന്നണില്ല. എയർ ഫിൽറ്റർ മോശമാണ്. എയർ ഫിൽറ്റർ ഇനിയിപ്പോൾ ഇത്തിരി മോശമാണെങ്കിലും വലിയ മോശമാണെങ്കിലും ഞാൻ എന്തായാലും അത് മാറ്റാൻ ആദ്യം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിലേ പണിയെടുക്കുകയുള്ളൂ. ഇത് ഓയിലും പുതിയതാണ്. ഓയിൽ നമുക്ക് പിന്നെ എന്തായാലും ഒരാഴ്ച ആയിട്ടുള്ളൂ ഒരു മാറ്റിയിട്ട്. മാറ്റിയിട്ടും ഈ പണി, ഈ സൈലൻസറിൻ്റെ പണിയൊക്കെ ഈ വെള്ളമടിച്ചിട്ടും ക്ലീൻ ചെയ്തിട്ടൊന്ന് പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിൽഡ് തന്നെയാണ്. കാർബണിൻ്റെ അളവ് കൂടുതലായിട്ടാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ കാർബണിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കും വേണം, ഓക്സിജൻ്റെ അളവും കുറയ്ക്കണം. ഓക്സിജനും കൂടുതലാണെന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ ചെയ്യേണ്ട പണികൾ ഇപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് അയച്ചിട്ട് നമുക്ക് കാർബറേറ്റർ പുറമേക്ക് എടുക്കാതെ ജസ്റ്റ് ത്രോട്ടിൽ ക്ലീനർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രക്രിയ ഒന്ന് നോക്കുക ആദ്യം. അതിൽ നമുക്ക് ടെസ്റ്റ് പാസ്സായിട്ടില്ലേ നമുക്ക് അടുത്ത ഘട്ടം കാർബറേറ്റർ അയക്കേണ്ടി വരും. ഒരു 80% ത്രോട്ടിൽ ക്ലീനർ വെച്ച് ഞാൻ ക്ലീൻ ചെയ്തിട്ട് ശരിയായിട്ടുണ്ട്. അന്നൊന്നും ഞാൻ വീഡിയോയ്ക്ക് പ്രാധാന്യം ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ പൊല്യൂഷൻ ടെസ്റ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളടുത്തേക്ക് വരും, നമ്മൾ നിസ്സാരമായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് കിട്ടലുണ്ട് എന്ന് പറയലുണ്ട്. ഇപ്പോഴാണിതൊരു പ്രശ്നമായിട്ട് വരുന്ന തുടങ്ങിയത്. ഈ പൊല്യൂഷൻ ടെസ്റ്റ് 1, 2, 3 തവണ കിട്ടുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഒരു ഗൗരവത്തിൽ വന്നൊരു കാര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. ആൾട്ടോൻ്റെ വീഡിയോ ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് കുറേ ആൾക്കാർക്ക്. എന്തായാലും കാർബറേറ്റർ ഞാൻ അയക്കാതെ തന്നെ ഒന്ന് ത്രോട്ടിൽ ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് എന്താ അവസ്ഥ നോക്കുക. ഈ ത്രോട്ടിൽ ക്ലീനർ, കാർബറേറ്റർ ക്ലീനർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിൽ പല കമ്പനീൻ്റെയും കിട്ടും. അപ്പോൾ അത് എല്ലാ കമ്പനീൻ്റെ ഒക്കെ ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ എല്ലാം കണക്ക് തന്നെ. ഒക്കെ ഇതടിക്കുമ്പോൾ ഇതിനിപ്പോൾ ഇന്ന കമ്പനീൻ്റെ അടിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയാവുന്നുണ്ട് അങ്ങനത്തെ ഒന്നും ഇല്ല. ഇതിപ്പോൾ കാർബറേറ്റർ ക്ലീനർ എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലും എനിക്ക് കിട്ടുന്നത് ഈ കമ്പനീൻ്റെ സാധനമാണ്. അപ്പോൾ ഞാൻ ഇതാ യൂസ് ചെയ്യൽ. ഇതിൻ്റെ ഫ്രണ്ടേജ് കൊണ്ട് മോനെ കണ്ടൊന്ന് മറ്റേ നല്ല കണ്ട് ചെരിച്ച് കൊടുക്കണം. മറ്റേത് സൈറ്റിൽ ചെരിച്ചടിക്കുമ്പോൾ അതുപോലെ വരില്ല, എയർ മാത്രം വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് അടിച്ചിട്ട് കുറച്ച് എടുക്കുന്നുണ്ടാവും. വയറും കൂടെ മിക്സായാലും ഇവിടെ കയറി വരും. അതുകൊണ്ടാണ് തുണ്ടൊന്ന് വളച്ചു കൊടുത്ത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫുള്ളും ഈ ബോർഡിൽ മൊത്തം അടിച്ച് തീർക്കും. 250 മില്ലിയാന്ന് തോന്നുന്നത്. അത് മൊത്തമായിട്ട് മുന്നിൽ അടിക്കാനുള്ള പ്ലാനാണ്. മുക്കിലും മൂലയിലും അതിൻ്റെ ഷട്ടറിലും ഒക്കെ അടിക്കുമ്പോൾ അത് ആ അടിൻ്റെ കോഴ്സിൽ തന്നെ അത് കുറേ സംഗതികൾ ഇങ്ങനെ തെറിച്ച് പോകുന്നുണ്ട്. എല്ലാ ഹോളിലും സൈഡിലും ഏകദേശം അതിന് നിറഞ്ഞ് പെട്രോളായിട്ട് മിക്സായിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സ്റ്റാർട്ടായാലും നല്ലൊന്ന് റൈസായി പിടിക്കുക. ഇനി ചെയ്യേണ്ട കാര്യം എത്രയും പെട്ടെന്ന് ഈ പണി ചെയ്ത് പെട്ടെന്ന് തന്നെ പൊല്യൂഷൻ ടെസ്റ്റിന് പോവുക. പിന്നെ ചെയ്ത് വൈകുന്നേരം കൊണ്ടുപോകുക അങ്ങനത്തെ പരിപാടിയല്ല. ഇത് കഴിഞ്ഞാൽ പാടിപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വേഗം എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് വേഗം പൊല്യൂഷൻ ടെസ്റ്റിന് പോയതിൻ്റെ ശേഷം എത്രയും പെട്ടെന്ന് തന്നെ കയറ്റിയിട്ട് നമ്മൾ വണ്ടി ടെസ്റ്റ് ചെയ്യുക. മറ്റേത് നമ്മളിത് കൈകൊണ്ട് ക്ലീൻ ചെയ്യാത്തൊരു പരിപാടിയാണ്. ലിക്വിഡ് വെച്ചിട്ടുള്ള ക്ലീനിങ് ആണ്. അതിൻ്റെ ആ ഒരു റിസൾട്ട് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിട്ട് വേഗം പുക ടെസ്റ്റ് ചെയ്യാം. ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അടിക്കാൻ സ്ഥലമില്ല. മൊത്തം അടിച്ച് പരമാവധി മൊത്തം അടിച്ച് പൂശിയിട്ടുണ്ട്. ഇത് നമ്മളെ എയർ ഫിൽറ്റർ പുത്തൻ പുതിയ എയർ ഫിൽറ്റർ ഇട്ടത്.
നമ്മളിതൊക്കെ സെറ്റ് ചെയ്തിട്ട് നേരെ പുക ടെസ്റ്റ് ചെയ്യാൻ പോവുക. അത് ഇനിയിപ്പോൾ പിന്നത്തേക്ക് വെക്കരുത്, എന്തായാലും ഞാൻ പ്രത്യേകം പറയുകയാണ്, പിന്നത്തേക്ക് വെക്കരുത്. എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കുക. സ്റ്റാർട്ടിങ്ങിലൊരു മിസ്സിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. ആ ത്രോട്ടിൽ ക്ലീനറിലെ ആ ലിക്വിഡ് പെട്രോളായിട്ട് കത്തുമ്പോൾ ഒരു ചേർച്ചക്കുറവുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു മിസ്സിങ്ങൊക്കെ ഉണ്ടാവും. ഒന്ന് നോക്കണ്ട, ഒന്ന് വേഗം കൊണ്ടുപോയിട്ട് എനിക്ക് ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ ഇതിൻ്റെ പുക ടെസ്റ്റ് ചെയ്യുന്നിടത്തേക്ക്. എത്രയും പെട്ടെന്ന് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ടെസ്റ്റ് ചെയ്യുന്നിടത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. കസ്റ്റമറോട് പറഞ്ഞാൽ അവർ പോയിട്ട് ചെയ്ത് വരുമ്പോഴേക്കും ടൈം എടുക്കും. നമ്മൾ തന്നെ ഏറ്റെടുക്കുക, നമ്മൾ തന്നെ ചെയ്യുക. പുക ടെസ്റ്റ് ചെയ്യണ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ രാവിലെ വന്നാൽ പോലെ തുടങ്ങിയത് 11 മണിയായി. സംഭവം പുക ടെസ്റ്റിങ് എല്ലാം പാസ്സായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് തിരക്ക് കൂടുതലായിരുന്നു. ബാക്കിയുള്ള വീഡിയോ പേപ്പർ കിട്ടിയതിൻ്റെ ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. 24/8/2024 11:24 ആ ടൈം. അതായത് നമ്മൾ പണിയെടുത്ത വണ്ടി, അതാണ് ആ പണിയെടുത്ത പേപ്പർ. നമ്മളെ പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സായ ഇനി 25 വരെ 2-ാം മാസം നമുക്കിതിൻ്റെ 6 മാസം ഇനി ജോലിയും മേടിക്കണ്ട. മറ്റേ പൊല്യൂഷൻ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് ആയിട്ട് റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലീസിൻ്റെ അടുത്ത് നിന്ന് NVDൻ്റെ ഒക്കെ അടുത്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് കാലിയാവണ കേസാണ്. എന്തായാലും പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സായി. അപ്പോൾ റോട്ടിൽ ക്ലീനർ ഉപയോഗിച്ചിട്ട്, ആ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. 24/8/2024 11:42 AM നമ്മൾ ഈ പരിപാടി രാവിലെ വന്നാൽ പാട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഓക്കെ ആയിട്ടുണ്ട്. ഈ സെന്ന് ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഈ സെയിം സാധനം തന്നെ, നമ്മൾ പണിയെടുത്ത സെയിം സാധനം വേറെ വണ്ടിയാണോ എന്നുള്ള സംശയമൊന്നും വേണ്ട. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ കാണാം.